ഫയൽ ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യുന്നത് തിയററ്റിക്കലി ആ ഫയൽ ഒരു സർട്ടൺ ഡെപ്തിന് എത്ര വോളിയം ഓഫ് കോൺക്രീറ്റ് ആണ് വേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിന് ആക്ച്വൽ വോളിയം ഓഫ് കോൺക്രീറ്റ് നമ്മൾ ചെയ്ത കോൺക്രീറ്റ് ഫയൽ ചെയ്യുന്ന സമയത്ത് എടുത്ത കോൺക്രീറ്റിൻ്റെ വോളിയമായിട്ട് റീകൺസിൽ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഫയലിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഫയലിൽ വോളിയം കുറയുകയോ കൂടുകയോ ചെയ്താൽ അങ്ങനെ വരുന്ന ഫയലിൻ്റെ ഡീറ്റെയിൽസ് സ്ട്രക്ചറൽ കൺസൾട്ടൻറ്റിന് കൊടുക്കുകയും അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറൽ അനാലിസിസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് റിവൈസ് ഡിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതൊക്കെ വെച്ച് കണ്ടിന്യൂ ചെയ്ത് പോകാനോ പറയും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഫയൽ ലോഡ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക? അതിനു വേണ്ടിയിട്ട് ഫയൽ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. അത് IS കോഡ് 2911 പാർട്ട് 4 പ്രകാരം ടെസ്റ്റ് ഫയലിൻ്റെ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ഉണ്ട്. ആ ഡീറ്റെയിൽ പ്രകാരം നമ്മൾ ഫയൽ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി ആ ഒരു ഫയൽ ഡിസൈൻ ചെയ്യുന്ന ലോഡ് എത്രയാണോ അതിൻ്റെ 1.5 ടൈംസ് ലോഡ് ആ ഫയലിൽ അപ്ലൈ ചെയ്ത് നോക്കും. എന്നിട്ട് ഈ ഫയൽ എന്തുമാത്രം സെറ്റിൽമെൻറ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആ ടെസ്റ്റ് കൂടി മനസ്സിലാക്കി ആ IS കോഡ് പ്രകാരം 18 mm താഴെയാണോ അല്ലെങ്കിൽ 2% ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദ ഫയൽ ആണ് എങ്കിൽ ആ ഫയൽ ആ സേഫ് ലോഡിൽ എടുക്കാൻ പാകമുള്ള ഫയലാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന റിസൾട്ട്സ് കിട്ടിയില്ല എങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് സ്ട്രക്ചറൽ കൺസൾട്ടൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. അതിനെ ബേസ് ചെയ്ത് 1-2 അഡീഷണൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അഡീഷണൽ ഫയൽസ് ചെയ്യണമെങ്കിൽ ഫയൽസ് ചെയ്യേണ്ടതുമാണ്. കോഡോൺ കൺസ്ട്രക്ടേഴ്സിൻ്റെ ബിൽഡിങ്ങുകളിലെല്ലാം തന്നെ ഫയലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഹൈറൈസ് ബിൽഡിംഗ് എല്ലാം തന്നെ ഫയലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫയലിംഗ് ചെയ്തതിന് ശേഷം ഫയൽ ലോഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതുവരെ ചെയ്തതിലെല്ലാം തന്നെ അത് നല്ല റിസൾട്ട്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു.